3 പേര് നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല ശിക്ഷ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, ഈ ഒഴിഞ്ഞ കസേരയിൽ കയറിയിരുന്നോ നനയാതെ. എന്താണ് നംഷാദ, കല്യാണ ചെറുക്കനാ, നിങ്ങോട്ട് കയറിയിരി. പെണ്ണ് കെട്ടാൻ ഇനിയും 15 ദിവസം, 15-ാം തീയതി കല്യാണം. ഷാദ കയറിയിരി. അള്ളാഹു പൊന്നു മോന് നല്ലൊരു ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഴയത്തൊക്കെ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിരുന്നതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം, പേടിക്കണ്ട. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നേരം ഇവിടെ ഇരുന്നതിന് ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ ഒരുപാട് നല്ല കാര്യം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർക്കത്തിന്റെ മാസമാണ്. അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ബർക്കത്ത് വേണമെന്ന് ജീവിതത്തിൽ മരിക്കുവോളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്തിനാ 1.5 കൈ നല്ലപോലെ ഒന്ന് പൊക്കിക്കേ. അൽഹംദുലില്ലാഹ്, ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാര്യ മക്കൾക്കോ നീ തരല്ലേ പടച്ചവനെ. ഈ സദസ് അതിനൊരു സബബാക്കണേ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ബർക്കത്ത് വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്കിക്കോ. 6 അടി നീളത്തിൽ ഇവിടെ നിൽക്കണമെങ്കിൽ എങ്ങോട്ട് നോക്ക്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിലൊരു വടി തയ്യാറാക്കി വെക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 2 സുബഹി നമസ്കരിച്ചിട്ട് വീടിനകത്ത് കടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന വീട്ടിൽ ബർക്കത്ത് കിട്ടൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറങ്ങൂലേ? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഞാനൊക്കെ ഇപ്പോഴാ പെടുന്ന, ഇപ്പോൾ ഉറങ്ങൂല. ഈ ഹദീസ് ഞാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് സുബൈ. രാത്രി എത്ര മണി വരെങ്കിലും ഇരിക്കും. സുബൈക്ക് ശേഷം എന്നെ പിടിച്ചാൽ കിട്ടൂല, ഞാൻ ഉറങ്ങും. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഏത് വീട്ടിൽ ഉറക്കമുണ്ടോ, ആരുറങ്ങുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബർക്കത്തുണ്ടാകാനുള്ള 3ാമത്തെ കാര്യം, സലാമിൽ നീ പിശുക്കത്തരം കാണിച്ച ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സലാം പറയുമ്പോൾ എങ്ങനെയാണ്? ചില ആൾക്കാരുണ്ട് അസ്സലാമു അലൈക്കും ഇത്രേ പറയത്തുള്ളൂ. ഇങ്ങനെ അസ്സലാമു അലൈക്കും അത്രേ പറയത്തുള്ളൂ. മഴ പോയപ്പാ. അസ്സലാമു അലൈക്കും, ചിലര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ചിലര് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പരിപൂർണമായി പറയുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. സലാം പറഞ്ഞാൽ പരിപൂർണമായിട്ട് പറയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി നമസ്കാരത്തിന് ശേഷം ഉറങ്ങരുത്. അത് ഉറങ്ങുന്ന വീട്ടിൽ ബർക്കത്തുണ്ടാകില്ല. സലാം പരിപൂർണമായി പറയണം. വീടിനകത്ത് മക്കളെ നേരെയാക്കാൻ ഒരു കമ്പെടുത്ത് വെക്കണം. 4 ബാത്റൂമിൽ കയറുമ്പോൾ നിത്യമായിട്ട് വലത് കാല് വെച്ച് കയറിയാ നിന്റെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ബാത്റൂമിൽ കയറുന്ന സമയത്ത് കാല് ഏതാന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. എപ്പോഴങ്ങ് ചാടിക്കയറ്റോ. വലത് കാല് വെച്ച് നിരന്തരമായി കയറുന്നവരുണ്ട്. 5 പൊട്ടിയ ചീപ്പ് കൊണ്ട് നീ മുടി ചീകല്ലേ, ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. കാണാൻ വലിയ കെട്ടപ്പൊക്കെ ആയിരിക്കും, പക്ഷെ പോക്കറ്റ് ഇരിക്കണ ചീപ്പ് എടുത്ത് നോക്കിയാൽ വടച്ചൻ എന്തായിരിക്കും എൻ്റെ കോല. പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടി ചീകാൻ പാടില്ല. പെണ്ണുങ്ങളൊക്കെ ഒന്ന് ആലോചിക്ക്, ഭാര്യമാരൊക്കെ മുടി ചീകണ ചീപ്പ്. പൊട്ടിയ പേന കൊണ്ട് എഴുതല്ലേ, ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാ 4 കാര്യം? 1, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയനാ റസൂലുള്ളാഹി. ഇത് സലാത്ത് പറയാൻ മടി. നബിയനാ റസൂലുള്ളാഹി. ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും വീട്ടിൽ ആടുണ്ടോ? ഉണ്ടോ? ആഗ്രഹം കൊണ്ടോ? ഒന്ന് കൈപൊക്കിക്ക്. ആരെങ്കിലും ആടിന്? അൽഹംദുലില്ലാ. എല്ലാവരുടെ വീട്ടിൽ TV ഉണ്ടോ? ഉണ്ട് ഉസ്താദേ, ഉണ്ട്. അല്ലാഹ് ബർക്കത്തിനുണ്ടില്ലേ. എൻ്റെ പ്രിയമുള്ളവരെ, ആടിനെ വളർത്തണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആടിനെ വളർത്തൽ വലിയ ബുദ്ധിമുട്ടുള്ള ജോലി. എല്ലാ പ്രവാചകന്മാരും ആടിനെ മേച്ച ക്ഷമ കിട്ടുന്ന ആടിനെ വീട്ടിൽ വളർത്തുക. ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. 2, ഏത് വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. വീട്ടിൽ പെണ്ണുങ്ങൾക്ക് കോഴിയെ വളർത്തുന്നത് ഇഷ്ടമല്ല. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കുന്ന വീട് കോഴിക്ക് കാഷ്ടിക്കാനല്ലേ, കയറ്റൂല. തിന്നാൻ കുഴപ്പമൊന്നുമില്ല, വെട്ടി വിഴുങ്ങാൻ അല്ലേ. വീട്ടിൽ കോഴിയെ വളർത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴിയെ വളർത്തിയാൽ കിട്ടണ ഒരു നേട്ടം, കണ്ണീർ ബലിക്കൂല. നിന്റെ അയൽവാസി ഇരുന്ന് നിന്നെ ഇങ്ങനെ നീ ഒന്ന് കൊത്തുവാള എടുത്ത് കാണാൻ വേണ്ടി പ്രാവിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാരില്ലേ,
പറഞ്ഞ അറം പറ്റും. വീടിന്റെ മുന്നിൽ നല്ലൊരു കൊല ഇങ്ങനെ നിൽക്കുക, 1.5 കൊല ഇങ്ങനെ കൊലച്ച് നിൽക്കുക. അപ്പൊ റോഡിൽ കൂടി ഒരു ഉമ്മാമ്മ പോവാ, പടച്ചനെ കൊല കണ്ടിട്ട് ഇതെന്തുവാ അല്ലാ, ഇതെന്ത് വലിയ കൊല, തോ അടക്കണം ഒടിഞ്ഞ് തറഞ്ഞ് കരിഞ്ഞു പോകുന്ന രീതിയിൽ. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റാറുണ്ട്. വീട്ടിൽ കോഴിയെ വളർത്തണം, അള്ളാഹുവെ ബറക്കത്തുണ്ടാകുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. 3, ഇങ്ങോട്ട് നോക്ക്, നേരെ ഇരി. 3, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആട്ടുകല്ലുണ്ടോ വീട്ടിൽ? ഉണ്ടോ? ആട്ടുകല്ലുണ്ടെങ്കിൽ നിങ്ങൾ രാജാക്കന്മാരാ വീട്ടിലെ കാണാം. ഈ ഇരിക്കണ ഒരൊറ്റ മനുഷ്യന്റെ വീട്ടിൽ കാണൂല, കാരണം ആ സാധനം ഇന്നില്ല. എല്ലാ വീട്ടിലും മിക്സി അല്ലേ. പെണ്ണുങ്ങൾക്കൊക്കെ ആട്ടുകല്ല് ആട്ടാൻ വലിയ പാടാ. പണ്ട് നമ്മുടെ ഉമ്മയും വാപ്പയൊക്കെ അതിനകത്ത് പച്ചരിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ദോശ ഉണ്ടാക്കി തന്ന എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയും. ഇന്ന് ആരുടെ വീട്ടിൽ ആട്ടുകല്ലുള്ളത്? വന്ന വഴി മറന്നു പോകരുത്. അതാ ഈ ഹദീസ് പിടിപ്പിക്കണത്. പട്ടിണിയും പരിവട്ടവുമായി വന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. വന്ന വഴി മറക്കല്ലേ വാപ്പ, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ആരുടെ വീട്ടിൽ ആട്ടുകല്ലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ നാളെ രാവിലെ കരുനാഗപ്പള്ളി ചന്തയെ പൊക്കോ ഇൻഷാ അല്ലാഹ്. ആടും കോഴി ആട്ടുകല്ല് 4. ആരുടെ വീട്ടിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടിയുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടോ? എവിടെ ചട്ടി? ഇവിടെ കരണ്ടിലാ ചോറ് വെക്കണേ. ഇപ്പം പെണ്ണുങ്ങൾ കരണ്ടിലാ ചോറ് വെക്കണേ. ഏത് വീട്ടിലാ ചട്ടിയുള്ളത്? ചട്ടിയും കലവൊക്കെ ഏത് വീട്ടിലാ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 3 പേരുടെ ദുആ നീ സൂക്ഷിക്കുമോനെ. 3 പേരുടെ ശാപം വാങ്ങിവെച്ച ഈ ദുനിയാവിൽ കിടന്ന് അനുഭവിച്ചിട്ടേ പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഈ 3 പേരുടെ പ്രാർത്ഥന നിനക്കെതിരായി പോയാൽ രക്ഷപ്പെടൂല. ആരായാലും അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന 1ാമത്തെ താരം എന്നറിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹുവേ, ഉമ്മയുടെ ശാപം വാങ്ങി വെക്കുന്ന മക്കളുണ്ടല്ലോ, രക്ഷപ്പെടില്ലടാ. ഈ ദുനിയാവിന്റെ ഏത് കോണിൽ പോയാലും നീ രക്ഷപ്പെടൂല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, ഉമ്മയുടെ ശാപം വാങ്ങിയ ലോകത്ത് ഒരു മനുഷ്യനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. അള്ളാന്റെ റസൂല് പറയുന്ന ജുറൈജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. നമ്മളെ പോലെ സാധാരണ ഒരു മനുഷ്യനല്ല. 24 മണിക്കൂറും ഇബാദത്താ. വിവാഹം കഴിച്ചിട്ടില്ല. പടച്ചവനെ, കുടുംബത്തിന്റെ കൂടെ നിന്ന ഇബാദത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കൊരു വീട് പണിയുകയാ. ഒറ്റയ്ക്കൊരു തമ്പ് കെട്ടിയിട്ട് പടച്ചവനെ 24 മണിക്കൂർ രാവും പകലും ഇബാദത്താണ്. ആരുമായിട്ടൊരു ബന്ധവുമില്ല. ജുറൈജിന്റെ പ്രിയപ്പെട്ട മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഒരു ദിവസം തന്റെ പൊന്നുമോനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഉമ്മയതാ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജേ. ഉമ്മ വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുമ്പോ ജുറൈജ് സുന്നത്ത് നമസ്കാരത്തിലാ. ജുറൈജ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. മനസ്സിൽ ചിന്തിച്ചു, അല്ലാ, ഉമ്മ വിളിക്കുകയാണല്ലോ. പടച്ചവന് നമസ്കാരം കഴിഞ്ഞിട്ട് വിളിക്കുത്തരം നൽകാ. നമസ്കാരം കഴിഞ്ഞിട്ട് വിളിച്ചുത്തരം നൽകാ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ വില എന്തെന്ന് നിനക്കറിയുവോ? അള്ളാന്റെ റസൂല് പറയുകയാ, നീ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താട് നിന്റെ ഉമ്മ വന്ന് മോനെ എന്ന് വിളിച്ചാ കൈയടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് നിന്റെ ഉമ്മ വിളിക്കുന്നതെങ്കിൽ നമസ്കാരം കളയടാ. എന്നിട്ടുമ്മ എന്തെന്ന് ചോദിക്കണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ നമസ്കാരത്തിലാട്. പടച്ചവരെ, ഉമ്മ വിളിച്ചുത്തരം നൽകിയില്ല. ഉമ്മ മടങ്ങിപ്പോയി. പടച്ചവരെ, പിന്നെയും ഉമ്മ അതാ കിടന്നു വരികയാ. രണ്ടാമതും വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുന്നു, മോനെ ജുറൈജേ. അല്പനേരം സംസാരിക്കാർ, തന്റെ പൊന്നുമോന്റെ അടുക്കലും നിരിക്കാർ. വളരെ സ്നേഹത്തോടെ ഉമ്മ വന്ന് രണ്ടാമതും വിളിക്കുമ്പോ അപ്പോഴും നമസ്കാരത്തിലാ. ഭാര്യയുടെ കൂടെയല്ല, മക്കളുടെ കൂടെയല്ല, കിടന്നുറങ്ങുകയല്ല. പടച്ചവനെ, വീടിനകത്തിരുന്നിട്ട് വിളി കേൾക്കാതിരിക്കുകയല്ല, നമസ്കാരത്തിലായത് കാരണം എന്തേ ഉമ്മ എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ് നമസ്കാരത്തിലാ. ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും പടച്ച
പടച്ചവനെ ഉമ്മ വീടിന്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, മോനെ ജുറൈജ്. ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ അപ്പോഴും നമസ്കാരത്തിലാ. ഉമ്മയുടെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞില്ല. പടച്ചുറപ്പേ, ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ, ആ ഉമ്മാന്റെ മനസ്സ് വേദനിക്കുകയാ. പടച്ചവനെ വേദനിക്കുന്ന മനസ്സോട് ആ വീടിന്റെ മുന്നിൽ നിന്നിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ലാ തുലിത് ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മുനിസാ. ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചപ്പോ ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്തു, പടച്ചവര് ഇവനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ ഇവനെ മരിപ്പിക്കല്ല അല്ലാ. മക്കളെ ശപിക്കുന്ന ഉമ്മ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ ശപിക്കുന്നവരുണ്ടല്ലോ. നീ മുടിഞ്ഞു പോകട്ടടാ, നീ നശിച്ചു പോകട്ടടാ, അങ്ങനെ ശപിക്കല്ലേ ഉമ്മ, അങ്ങനെ ശപിക്കല്ലേ ഉമ്മ. നീ ശപിച്ച അല്ലാഹു സ്വീകരിക്കും ഉമ്മ. അവസാനം നിന്റെ മക്കള് കണ്ണിന്റെ മുന്നിൽ കിടന്ന് നരകിക്കുന്നത് കണ്ടിട്ട് നിനക്ക് കരയേണ്ടി വരും പെങ്ങള്. ആ ഉമ്മ അവിടെ നിന്നുകൊണ്ട് മനസ്സ് നൊന്തപ്പോ അവിടെ നിന്ന് പറയുന്നു, അല്ലാ ഇവനെ നാട്ടുകാരുടെ മുന്നില് വ്യഭിചാര ആരോപണം നടത്തിയിട്ടല്ലാതെ, നാണം കെടുത്തിയിട്ടല്ലാതെ എന്റെ പൊന്നുമോനെ മരിപ്പിക്കല്ല അല്ലാ. ദുആ ചെയ്തിട്ടും മടങ്ങിപ്പോയി. ജുറൈജൊന്നും അറിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, വർഷങ്ങൾ കഴിഞ്ഞു. ജുറൈജ് ഒറ്റയ്ക്ക് നമസ്കാരത്തിലാണ്. പടച്ചവനെ, ആ നാട്ടിലെ ഡാൻസ് ചെയ്യുന്ന ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പെണ്ണുണ്ടല്ലോ, ഒരു വൃത്തികെട്ട പെണ്ണുണ്ടല്ലോ, ജുറൈജിനെ നശിപ്പിക്കാ ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അല്ലാഹുവേ, ജുറൈജ് തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനം ഒരു ദിവസം വീട് തുറന്നപ്പോ ചാടി വീടിനകത്ത് കയറിയിട്ട് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് ജുറൈജിന്റെ മുന്നിൽ കിടന്ന് ഡാൻസ് ചെയ്യുകയാ. പക്ഷേ അള്ളാനെ പേടിച്ച ജുറൈജ് എന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചലിച്ചില്ല, അവളെ നോക്കിയില്ല. അവസാനം നാണം കെട്ടിറങ്ങി പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ ഒരു പെണ്ണ് കൈക്കുഞ്ഞിനെയും പിടിച്ചു കൊണ്ടുവന്ന് നിൽക്കുകയാ. ഈ ഡാൻസ് ചെയ്യുന്ന പെണ്ണുണ്ടല്ലോ, ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ജുറൈജിന്റെ തമ്പിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാ. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി എന്തേ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ, ഇവന് കള്ളനാട്. എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഇവരോട് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. നാട്ടുകാർ മുഴുവനും ജുറൈജിന്റെ തമ്പ് തല്ലിപ്പൊളിക്കുകയാ. അവന് കള്ളനാട്, ഇതിനകത്തിരുന്ന് വ്യഭിചാരം നടത്തുകയാണെന്ന് പറഞ്ഞ് എല്ലാവരും ജുറൈജിനെ തല്ലുകയാ. നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. ഉമ്മയുടെ ശാപമായിരുന്നല്ലോ, ഉമ്മയുടെ ദുആയായിരുന്നല്ലോ. നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും നാണം കിട്ടു. അവസാനം ജുറൈജ് പറഞ്ഞു, സത്യാവസ്ഥയെന്ന് ബോധിപ്പിക്കാൻ അല്പം സമയം തരുവോ, ഇതിന്റെ സത്യമൊന്ന് തെളിയിക്കാൻ അല്പം സമയം തരുവോ, എനിക്കൊന്ന് ഒളുപെടുത്തി 2 റക്അത്ത് നിസ്കരിക്കണം. ജുറൈജ് എന്ന ചെറുപ്പക്കാർ പടച്ചവരെ ഒളുപെടുത്തിട്ട് നിസ്കരിക്കാ കൈകെട്ടി. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ എല്ലാം നിനക്കറിയാ പടച്ചവരെ, എല്ലാം നിനക്കറിയാ പടച്ചവര്, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കറിയാ പടച്ചവര്, എന്നെ നീ സഹായിക്കണേ അല്ലാ. ജുറൈജ് നമസ്കാരം കഴിഞ്ഞു. കൈക്കുഞ്ഞിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനോട് പറഞ്ഞു, കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരുവോ, എന്റെ കുഞ്ഞിനെ ഒന്ന് കൊണ്ടുവരുവോ, ആ ചോരക്കുഞ്ഞിനെ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ആ ചോരക്കുഞ്ഞിനെ ജുറൈജിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോ പാല് കുടിക്കുന്ന പൊന്നുപോര് ആ ചോരക്കുഞ്ഞിന്റെ പൊക്കിളിലേക്ക് തന്റെ കൈയെടുത്ത് വെച്ചിട്ട് ജുറൈജ് ചോദിക്കുന്നു, യാ ഗുലാം മന്നബൂകാ,
പാല് കുടിക്കുന്ന പൊന്നുമോനോട് ജുറൈജ് എന്ന് ചോദിക്കുകയാ, മോനെ നിന്റെ വാപ്പയാരാ മോനെ? നിന്റെ ഉമ്മ പറയുന്നു ഞാനാണ് നിന്റെ വാപ്പയെന്ന്. എങ്കിൽ പൊന്നുമോനെ യഥാർത്ഥത്തിൽ നിന്റെ വാപ്പയാരാ? ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ആ ചോരക്കുഞ്ഞ് പറയുന്നു, എന്റെ വാപ്പ ജുറൈജല്ല, എന്റെ വാപ്പ ഒരു ആട്ടിടയനാ, എന്റെ വാപ്പ ഒരു ആട്ടിടയനാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്രയും വലിയ മനുഷ്യൻ ഉമ്മയുടെ ദുആ കിട്ടിയപ്പോ, ഉമ്മയെതിരായി ദുആ ചെയ്തപ്പോ നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടട്ടാ മരിച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാനെ മറന്നു പോകല്ല്, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കല്ല്. ഉമ്മയുടെ കാൽച്ചുപട്ടിലാ മോനെ സ്വർഗം കിടക്കുന്നത്, ഉമ്മയുടെ കാൽച്ചുപട്ടിലാ സ്വർഗം കിടക്കുന്നത്. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു എവിടെ പോയാലും ഉമ്മയോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ചില മക്കൾ അങ്ങനെയാണ്. പടച്ചവനെ, പ്രായമാകട്ടെ, മരിക്കാൻ കിടക്കട്ടെ, രോഗം പിടിച്ച് കിടക്കട്ടെ, മക്കളുമായി വിവാഹം കഴിഞ്ഞു, മക്കൾ എത്രയുണ്ട്, എന്നാലും എവിടെങ്കിലും പോകുമ്പോ വന്ന് പറയും, ഉമ്മ ഞാൻ കടയിൽ പോവുകയാ, ഞാൻ ജോലിക്ക് പോവുകയാ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മയുടെ അടുക്കൽ വന്ന് പറയുന്ന, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോവുകയാ, തിരിച്ചു വരുമ്പോ എന്തേ കൊണ്ടുവരേണ്ടത്? തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്തേ കൊണ്ടുവരേണ്ടത്? അല്ലാഹുവേ, ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിനോട് ഉമ്മ പറയുന്നു, മോനെ ലുക്മാനേ, തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണേ മോനെ, സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ കൊണ്ടുവരണേ. ലുക്മാൻ ഹക്കീമിന്റെ കണ്ണ് നിറയുകയാ, ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. എന്നിട്ട് ഉമ്മയുടെ മുന്നിലേക്ക് ഇരുന്നിട്ട് അവിടെന്ന് പറയുന്ന, ഉമ്മ സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? എന്റെ ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത്? ഞാൻ തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കണ്ട ഉമ്മ. ഉമ്മാന്റെ ഒന്ന് കാലുയർത്തുപോ, ഉമ്മാന്റെ കാലൊന്നുയർത്തുപോ. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മാതാവ് ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഉമ്മയുടെ കാലങ്ങോട്ട് ഉയർത്തിയിട്ട് ഒരു പിടി മണ്ണ് വാരി ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറയുന്ന, ഉമ്മ ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. ഉമ്മയുടെ വിലയതാ പൊന്നുപോര്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമോ, 3 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമോ. ഒന്ന്, പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കഅബയുണ്ടല്ലോ, അത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലമാ. 2, പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ഓതാൻ അറിയില്ലെങ്കിലും നിനക്ക് നോക്കാൻ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് നോക്കിയിരുന്ന ഇബാദത്തിന്റെ പ്രതിഫലമാ പെങ്ങള്. 3, നിന്റെ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കാൻ കഴിയുവോ? ഉമ്മായുടെ 2 കണ്ണുകൾക്കിടയിൽ ഒന്ന് നോക്ക് ചെറുപ്പക്കാരാ. ഉമ്മയുടെ സൗന്ദര്യമെല്ലാം പോയല്ലോ, ഉമ്മാന്റെ മുഖം ചുളിഞ്ഞു പോയല്ലോ. ഇന്നത്തെ യുവതലമുറകൾക്ക് കൂട്ടുകാരോട് പ്രായമായ ഉമ്മാനെ കാണിച്ചിട്ട് ഇതെന്റെ ഉമ്മയാണെന്ന് പറയാൻ പോലും നാണക്കേടാണല്ലോ. അങ്ങനത്തെ മക്കളുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ട്, ഏറ്റവും കൂടുതൽ കടമ ആരോടാ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. 2-മതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. 3-മതാരോടാ നബിയേ? നിന്റെ ഉമ്മയോടാ. 4-മതാരോടാ നബിയേ? നിന്റെ വാപ്പയോടാ. 3 പ്രാവശ്യം അള്ളാന്റെ റസൂല് പറഞ്ഞത് ഉമ്മ 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 ഉമ്മയോടാ പൊന്നുമോരെ. കാരണം എന്തെന്നറിയുവോ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരാട്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാട്.
9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് ഉമ്മയാടാ, വാപ്പയല്ല. ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ, ഒന്ന് നേരെ കിടക്കാൻ കഴിയില്ലല്ലോ, അല്പമൊന്ന് നടക്കാൻ കഴിയില്ലല്ലോ. വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ പൊന്നുപോര്. അല്ലാഹുവേ, മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചത് നിന്റെ ഉമ്മയാ. നിനക്കൊരു പ്രായമാകുന്നത് വരെ പാല് തന്ന് പൊന്നുപോലെ നോക്കിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. അതുകൊണ്ട് ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കല്ലേ. ഉമ്മയോട് പിണങ്ങി നടക്കുന്ന മക്കളുണ്ടല്ലോ, നന്നാകില്ല ചെറുപ്പക്കാരാ. ഈ ലോകത്ത് എവിടെ പോയാലും നന്നാകില്ല പൊന്നുപോര്. പിണങ്ങിയിരിക്കുന്ന ഉമ്മയുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ചോ പൊന്നുപോര്. വാപ്പയോട് പൊരുത്തം ചോദിച്ചോ പൊന്നുപോര്. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലുമില്ലാത്ത ദുനിയാവാ. പടച്ചവരെ, ഇന്നലെ എന്റെ വീടിന്റെ ചാരത്ത് 8 വയസ്സുള്ള ഒരു പൊന്നുമോള്, 8 വയസ്സുള്ള ഒരു പൊന്നുമോള്. പടച്ചവരെ, രാവിലെ സുബഹി നമസ്കരിക്കാ വാപ്പയുടെ കൂടെ എഴുന്നേറ്റ് പൊന്നുമോള് ഉപ്പയുടെ കൂടെ സുബഹി നമസ്കരിച്ചിട്ട് റബ്ബേ സുബഹി നമസ്കാരം കഴിഞ്ഞ് കിടന്നതാ. അല്ലാഹുവേ, അല്ലാഹുവേ, മദ്രസയിൽ പോകാൻ 8 വയസ്സുകാരി വിളിക്കുമ്പോ അനങ്ങുന്നില്ല. 8 വയസ്സുള്ള പൊന്നുമോള്, അല്ലാഹുവേ, 8 വയസ്സുള്ള പൊന്നുമോള്, അല്ലാഹുവേ, മദ്രസയിൽ പോകാൻ വിളിക്കുമ്പോ അനങ്ങുന്നില്ല. പൊക്കിയെടുത്തുകൊണ്ട് കടുവാപ്പള്ളിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു പൊന്നുമോന്. 8 വയസ്സേ ഉണ്ടായിരുന്നുള്ള പൊന്നുമോന്. അല്ലാഹുവേ, അറ്റാക്ക് വന്നിട്ട് 8 വയസ്സുകാരി മരണപ്പെടുന്ന കാലവാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഉമ്മാനോട് വാശി കാണിക്കല്ലേ. പടച്ചവനെ, 2 ദിവസം മുമ്പ് കാസർഗോഡ് നിന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കണ്ണൂര് കൂത്തുപറമ്പെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പടച്ചവരെ ഒരു മരിച്ച വീട്ടിൽ പോയി. അല്ലാഹുവേ, റോഡ് പണിക്ക് പോകുന്ന ചെറുപ്പക്കാരോ, 35 വയസ്സുണ്ട് പൊന്നുമോനെ. റോഡ് പണിക്ക് പോകുന്ന ചെറുപ്പക്കാർ തിളപ്പിച്ച ടാറ് ബോട്ടയുടെ പുറകിൽ വെച്ചിട്ട് കയറ്റം കയറിയതോ. റബ്ബേ, ആ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയിട്ട് എന്റെ പ്രിയമുള്ള പൊന്നുമോനെ ഓട്ടമറിഞ്ഞു ചെറുപ്പക്കാരാ. ടാറടാ, തിളപ്പിച്ച ടാറ് ശരീരത്തിൽ വീഴുകയാ. അല്ലാഹുവേ, ചൂടുവെള്ളം വീണാ സഹിക്കില്ലല്ലോ. തിളപ്പിച്ച ടാറ് ശരീരത്തിൽ വീണിട്ട് സുബ്ഹാനല്ലാ. പൊന്നുമോനെ, കണ്ണില്ലടാ ചെറുപ്പക്കാരാ. കൈയുടെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാട്. 2 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിയുവിൽ കിടന്നിട്ട് അവസാനം മയ്യത്ത് കൊണ്ടുവന്നു. പടച്ചവനെ, ആരെയും കാണിക്കുന്നില്ല. ആ സഹോദരന്റെ കൂടെ റോഡ് പണിക്ക് പോയ നാട്ടുകാര്, ചെറുപ്പക്കാര്, അവന്റെ കൂട്ടുകാര് അമുസ്ലിമീങ്ങളോ. ആംബുലൻസ് വന്നപ്പോ റോഡിനകത്ത് കിടക്കുകയാ, ഞങ്ങള് കാണാതെ വിടൂല. പടച്ചവനെ, കൂടെ ജോലി ചെയ്യുന്ന അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാര് നട റോഡിൽ കിടന്ന് ഇവനെ കാണാൻ ഞങ്ങൾ അനുവദിക്കാതെ വിടൂല. പടച്ചവനെ, അവസാനം ചോദിച്ച് എന്തേ കാണിക്കാത്തത്? ഉസ്താദേ, കാണാനൊന്നുമില്ല ഉസ്താദേ, മക്കളെ പോലും കാണിക്കാൻ പറ്റിയില്ല. ജീവിതത്തിന്റെ വില എത്രയേ ഉള്ള പൊന്നുപോരെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞിട്ട് ഉമ്മാനെ സ്നേഹിക്കടേ, ഉപ്പാനെ സ്നേഹിക്കടേ. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. രക്ഷപ്പെടൂല്ല ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില മക്കളുണ്ട്, അവരും മരിച്ചാലും മാതാപിതാക്കളെ കരയിപ്പിക്കുന്ന മക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിച്ചാലും വിടൂല, ജീവിച്ചിരുന്ന കാലത്തും സമാധാനം കൊടുക്കൂല, മരിച്ചാലും വെറുതെ വിടൂല. അവരാരെന്നറിയുവോ? ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നല്ലോ. ഈ കൂട്ടത്തിൽ പലരുടെയും ബാപ്പ മരിച്ചിട്ടുമുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്. പൊന്നുമോനെ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാനും നിങ്ങളും ചെയ്ത കാര്യങ്ങൾ മുഴുവനും കബറിനകത്ത് കിടക്കുന്ന മാതാപിതാക്കളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞത് മുതൽ ഇന്ന് ഉച്ചയ്ക്ക് ജുമാവര് നിന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ല കാര്യവും ഖബറിനകത്ത് കിടക്കുന്ന വാപ്പയുടെ മുന്നിൽ മലക്ക് വായിച്ചു കൊടുത്തു. നല്ല കാര്യങ്ങൾ പറയുമ്പോ അവര് ഖബറിൽ കിടന്ന് സന്തോഷിക്കുകയാ, അവര് ഖബറിൽ കിടന്ന് ദുആ ചെയ്യുകയാ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത് വെറുതെ ആയില്ലല്ലോ പടച്ചവരെ. അവര് ഖബറിൽ കിടന്ന് സന്തോഷിച്ച പൊന്നുപോര്.
കഴിഞ്ഞ ഒരാഴ്ച നീ ചെയ്ത എല്ലാ വൃത്തികേടും ഇന്ന് നിന്റെ ഉമ്മയുടെ ഖബറിന്റെ അടുക്കൽ നിന്ന് മലക്ക് പറഞ്ഞു കൊടുത്തപ്പോ നിന്റെ ഉമ്മ ഖബറിൽ കിടന്നിട്ട് പറയുന്നു, അല്ലാ, ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണല്ലോ എന്റെ വയറ്റിൽ പിറന്നു പോയത്, ഇവനെയാണല്ലോ പാല് കൊടുത്ത് വളർത്തിയത്. അല്ലാഹുവേ, അവരെ ഖബറിൽ കിടന്ന് ശപിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയും ഉമ്മയും ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടല്ല നിന്നെ ഇത്രയും വളർത്തിയത്. അവര് പട്ടിണി കിടന്നിട്ട് നിനക്ക് ഭക്ഷണം തന്നു. ഒരാളുടെ മുന്നിലും പോയവര് കൈനീട്ടിയിട്ടില്ല. പക്ഷേ ആ മാതാപിതാക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുവോ? അവര് ഖബറിൽ കിടന്നിട്ട് യാചിക്കുന്നു, അല്ലാ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ അല്ലോ. ചില മക്കള് മാതാപിതാക്കളെ ഖബറിലിട്ട് യാചിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമാക്കുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹു നമ്മുടെ ഉമ്മയും ഉപ്പയും അവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.